പേര് അബു ഷൈം എന്നാണ്. ഇപ്പോൾ അടുത്തന്നെ, അതായത് ഫൈസൽ മൗലവി ഇപ്പോൾ ഇത് പ്രസംഗിച്ച്, ആ ഫൈസൽ മൗലവി പ്രസംഗിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉത്തരം നൽകി. അതിൽ തന്നെ ഒരുപാട് ചോദ്യം ചോദിക്കാനുണ്ട്. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, അല്ലാഹുമ്മ ലാ തജിയൽ ഖബറി വഅഥനൻ യുബദ്, അതിൻ്റെ അർത്ഥം എൻ്റെ ഖബറിൻ്റെ ആരാധന സ്ഥലം ആക്കണ്ട എന്നാണോ, അതോ എൻ്റെ ഖബറിൻ്റെ വിഗ്രഹം ആക്കണ്ട എന്നാണോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് ചോദിക്കാം. എനിക്ക് ജസ്റ്റ് ആദ്യം അതാണ് അറിയേണ്ടത്, അത് വിഗ്രഹം ആക്കണ്ട എന്നാണോ ആരാധിക്കണ്ട എന്നാണോ? ഹദീസിൽ രണ്ട് പദവുമുണ്ട്. വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹു എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ എന്നാണ് ഹദീസ്. നബി തങ്ങളുടെ ദുആയാണ്. ഓക്കേ, ചോദിച്ചോളൂ. വിഗ്രഹം എന്നത് ഏത് പദത്തിന്റെ അർത്ഥമാണ്? വസൻ. വസന എന്നത് വിഗ്രഹം എന്നത്. എന്നാൽ ഈ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലേ, സ്വീകരിച്ചു. എന്നാൽ സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസ എങ്ങനെയാണ് ശിർക്കാകുന്നത്? നബിയുടെ ഖബർ വിഗ്രഹമായിട്ടില്ല. അപ്പൊ ഇസ്തിഗാസ ആരാധനയല്ല. എങ്ങനെയാണ്? നബിത്തങ്ങള് ഇത് ഖബർ വിഗ്രഹമല്ല, പക്ഷെ സുന്നികൾ ചെയ്യുന്നത് ഇസ്തിഗാസ ശിർക്കുമല്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകിയിട്ടുണ്ടോ? ഇല്ലേ, ഉണ്ട്. അപ്പൊ ഇസ്തിഗാസ തൗഹീദാണോ ശിർക്കാണോ? ശുദ്ധ ശിർക്കാണ്. ശുദ്ധ ശിർക്കാണെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ഞാൻ തന്നെ അവിടെ പോയിട്ട് വലൗ അന്നഹും ഇദ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന് പറഞ്ഞുകൊണ്ട് ഇർതഖബതു അലൽ ഖതാ ഗൈറ അസ്രി വഅദദ് പാടിയിട്ടുണ്ട്. അപ്പൊ ആ ദുആയിന് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അവിടെ എത്തി? ഞാൻ ചെയ്തത് ആരാധനയല്ലേ? അതാണ് സംശയം. പക്ഷെ ആരാധനയാണ്. ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ തൗബ ചെയ്യണം, ഏറ്റവും വേഗം തൗബ ചെയ്യണം. നിങ്ങൾ പറഞ്ഞുതരാം, ബാക്കിയൊക്കെ എല്ലാം പറഞ്ഞുതരാം. ഇനി ഇരിക്കി, നിങ്ങൾ കേൾക്കി. നിങ്ങൾ ചോദിച്ചാൽ മാത്രം ഉത്തരം കേൾക്കണ്ടേ? അപ്പൊ നിങ്ങൾ ഉടനെ തൗബ പറഞ്ഞിട്ട് ഉത്തരം പറഞ്ഞിട്ട്, ഞാൻ ഉത്തരം പറഞ്ഞിട്ട് പറഞ്ഞോളി. നിങ്ങൾ കേൾക്കി, ഞാൻ പറയാം. ഉത്തരം അവിടെ ഇരിക്കങ്ങളെ സുഹൃത്തെ അബൂ ഷൈം, അവിടെ ഇരിക്കി, നിങ്ങൾ ഇരിക്കി. അതേ 2 മിനിറ്റ് 1, 2, 5 ഒക്കെ നിങ്ങൾ ചോദിക്കാം, തരാം. നിങ്ങൾ ഉത്തരം കേൾക്കി. എന്താ ഉത്തരം കേട്ടിട്ട് പറഞ്ഞാൽ പോലെ അപ്പോഴേക്കും മറന്നു പോവോ? ഞാൻ ഉത്തരം പറഞ്ഞിട്ട് കേട്ടോളൂ. നബിതങ്ങൾ ദുആ ചെയ്യുന്ന അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ. നബിതങ്ങളുടെ ഖബർ അന്നു മുതൽ ഇന്നു വരെ ഒരു വിഗ്രഹമായിട്ടില്ല. അവിടെ പോയി തൊടാനും മുത്താനും തടവാനും സുജൂദ് ചെയ്യാനും തവാഫ് ചെയ്യാനും ഒന്നുമുള്ള സാഹചര്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ആ ഖബർ ദർഗയായി മാറിയിട്ടില്ല. നിങ്ങൾ കേൾക്കി കേട്ട് ചോദിക്കുക. നിങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കുള്ളൂ. ഇതിരിക്കും. ആ ഖബർ തൊട്ടുമുത്താൻ സാഹചര്യമില്ല. അതാ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, അല്ലാഹു തആല ഈ ദുആക്ക് ഉത്തരം നൽകി. ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു ഫഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി. നബിതങ്ങളുടെ ഈ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകി. ആ ഉത്തരമാണ് എന്ത്? ആ ഖബറിനെ 3 മതിൽക്കെട്ടുകൾക്കുള്ളിൽ സംരക്ഷിച്ചു. നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് ആ മതിലിന് പുറത്തേക്കാനേ പറ്റുള്ളൂ, ഖബറിന് ചെല്ലാൻ കഴിയില്ല. കേൾക്കി ഉത്തരം കേൾക്കി. എന്നിട്ടല്ലേ ചോദ്യം ചോദിക്കാനുള്ള ആവേശത്തിന് പകുതി ഉത്തരം കേൾക്കാനെങ്കിലും വേണം. അപ്പൊ നബിതങ്ങളുടെ ഖബറിന്റെ ഉള്ളിൽ ചെന്നുകൊണ്ട് ഇർതഖബത്ത് പാടാനും കഴിയില്ല, ആ ഖബർ തൊടാനും കഴിയില്ല, ജാറ മൂടാനും കഴിയില്ല. ഞങ്ങൾ ഇവിടെ ഉള്ളാർക്കി പോയാൽ അങ്ങനെയാണോ? അല്ലല്ലോ. ജാറ മൂടാൻ പറ്റും, വെളുക്കെത്തിക്കാൻ പറ്റും, തൊട്ടുമുത്താൻ പറ്റും, തടവാൻ പറ്റും. അവിടെ അതൊന്നുമില്ല. അത് ഇന്ന് മാത്രമല്ല, ഒരു കാലത്തുമില്ല. അത് വഹാബികളായതുകൊണ്ട് മാത്രമല്ല, സ്വഹാബികളുടെ കാലത്ത് അങ്ങനത്തെ ഒരു കാലത്തും അത് പറ്റിയിട്ടില്ല. അതാണ് അല്ലാഹു ദുആക്ക് ഉത്തരം കൊടുത്തത്. പിന്നെ ആളുകൾ ലോകത്തെ പല ഭാഗത്തും നബി ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടാവും. അത് സമ്മതിക്കരുത് റബ്ബേ എന്ന് നബി ദുആ ചെയ്തിട്ടില്ല. നബി ദുആ ചെയ്ത എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കേണ്ടതാണ്. ആ ദുആക്ക് ഉത്തരം കൊടുത്തു. ആ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായിട്ടില്ല. എന്നാൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉസ്താദുമാരെ കെണിയിൽ പെട്ടുകൊണ്ട് ലോകത്ത് പല ഭാഗത്തു നിന്നും നബിയെ വിളിക്കുന്നുണ്ടാകാം, സ്വഹാബിനെ വിളിക്കുന്നുണ്ടാകാം, പലരെയും വിളിക്കുന്നുണ്ടാവാം. അത് റബ്ബേ നീ ഇല്ലാതാക്കണേ എന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ നബി ദുആ ചെയ്തിട്ടില്ല. നബി ദുആ ചെയ്തെന്താ? ലാ തജ്അൽ ഖബരി, എൻ്റെ ഖബറിനെ വസനാക്കരുതേ.
ആ ഖബർ വസനായിട്ടില്ല. സ്വഹാബികളുടെ കാലത്തുമില്ല, താബീങ്ങളുടെ കാലത്തുമില്ല, തബിഉ താബികളുടെ കാലത്തുമില്ല. 1400 കൊല്ലമായിട്ട് ആ ഖബർ ഇങ്ങനെ ഒരാൾക്കും ചെല്ലാനും ആ ഖബർ തടവാനും ആ ഖബർ മുത്താനും ആ ഖബറിന് ജാറം മൂടാനും ഒന്നും പറ്റാത്ത വിധം അല്ലാഹു തആല ഖബറിനെ സംരക്ഷിച്ചത് ഈ ദുആഇന് ഉത്തരമാണ് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വ്യക്തമാക്കുന്നു. നീ ചോദിച്ചോളൂ. കൊടുത്തോളൂ. ഇസ്തിഗാസ ഷിർക്കാണോ തൗഹീദാണോ? ഷിർക്കാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ഇരുന്നത് എന്ന് എന്റെ ഖബറിന്റെ ആരാധന സ്ഥലക്കാണ്. ഈ ശിർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ഇസ്തിഗാസ ആരാധനയാണ്, അതുകൊണ്ടാണ് അത് ശിർക്ക് എന്നല്ലേ? എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും എത്ര ഉണ്ട്, അകലെ എത്ര ഉണ്ട്, ദൂരം എത്ര ഉണ്ട് എന്ന് പരിധി വെച്ചിട്ടല്ലല്ലോ നമ്മൾ ഇത് തീരുമാനിക്കേണ്ടത്. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് ആ ഖബറിന്റെ തൊട്ടടുത്ത്, അതായത് എല്ലാ സ്ഥലത്തും മദനീത്തങ്ങളെ ഖബർ ഉണ്ടായതുപോലെ സൗദിയിൽ ഉണ്ടാവാനൊന്നുമില്ല, പക്ഷേ എന്റെ ഖബർ ആരാധന സ്ഥലമാക്കണ്ട എന്ന് ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടല്ലേ? എന്തുകൊണ്ട് ഞങ്ങൾ എത്തി? ഞാൻ അവിടുത്തെ മതില് ചുമല് തൊട്ടിട്ടും മുറ്റിട്ടുമുണ്ട്, അവിടെ വലവാനവും ഇല്ലലവും ആയത്ത് ഓതിയിട്ടുണ്ട്, ഇർത്തകബത്തും പാടിയിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഞാൻ എങ്ങനെ എത്തി? പിന്നെ നിങ്ങൾ പറഞ്ഞു ഈ സമൂഹം, ഇവരോട് കൂടുന്ന സമൂഹം എല്ലാവരും മനസ്സിലാക്കണം, ഞാൻ അവിടെ പോയി ചെയ്തത് ഷിർക്കാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തൗബ ചെയ്യണം. ഷിർക്ക് ചെയ്തവൻ തൗബ ചെയ്യേണ്ടതാണോ അതോ ഷഹാദത്ത് പറയേണ്ടതാണോ? അത് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ചെറിയ ബേജാറുണ്ട്. തൗബ ചെയ്താൽ മതി, ഒരു മുസ്ലിം തൗബ ചെയ്താൽ മതി. ഇന്നല്ലാഹ യഗ്ഫിർ, നീ കേൾക്കി, നിങ്ങളെന്താ ഉത്തരം കേൾക്കാത്തത്? ഇന്നല്ലാഹ യഗ്ഫിർ ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കും. ശിർക്ക് ചെയ്താലും ഒരു മുസ്ലിം ശിർക്ക് ചെയ്താൽ അവൻ തൗബ ചെയ്താൽ അല്ലാഹു തആല പൊറുക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ തൗബ ചെയ്യുക. ഏതായിരുന്നാലും അൽഹംദുലില്ലാ. അപ്പൊ ഏതാ നിങ്ങൾ ഖബറിന് അവിടെ ചെന്നു, പക്ഷെ 3 ചുമതിന്റെ അപ്പുറത്തേ എത്താൻ കഴിയുള്ളൂ. ഖബറിന് ചെല്ലാൻ കഴിയില്ല. നബിതങ്ങളുടെ ഖബർ കഴിഞ്ഞിട്ട് ഒരു ചുമര്, അത് കഴിഞ്ഞ് മറ്റൊരു ചുമര്, അത് കഴിഞ്ഞ് മറ്റൊരു ചുമര്, അവിടെ എത്തും. അതിനപ്പുറത്തേക്ക് എത്തൂല. അതാണ് ദുആക്കുള്ള ഉത്തരം. ആ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് മദീനത്തെ ഖബർ ഇവിടെ ഉണ്ടാവില്ല. അതൊക്കെ പല സ്ഥലത്തും വാരി കൊണ്ടിട്ടുണ്ടാവും. ആ മണ്ണും, എന്നിട്ട് ഇവിടെ മണ്ണും പൊടിയൊക്കെ കോഴിക്കോട് എത്തിപ്പോ. ഇങ്ങനെയൊക്കെ കേൾക്കി, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും മദീനത്തെ പൊടി ഇപ്പൊ കോഴിക്കോടുണ്ട്. അപ്പൊ ഈ ദുആ കൂടെ ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അപ്പൊ ആ ദുആക്കുള്ള ഉത്തരമാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ ഫഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി, 3 ജിദാറുകൾ, 3 ചുമരുകൾ കൊണ്ട് അല്ലാഹു തആല ആ ഖബറിനെ സംരക്ഷിച്ചു. എന്തിന്? ദുആക്കുള്ള ഉത്തരം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി തങ്ങൾ വഫാത്താകാൻ കിടക്കുമ്പോൾ അവസാന ദിവസങ്ങളിൽ നബി തങ്ങൾക്ക് രോഗം ആരംഭിച്ചത് സഫർ മാസം 30-നാണ്, വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണ്. 13 ദിവസമാണ് നബി തങ്ങൾ രോഗിയായി കഴിഞ്ഞത്. നബി തങ്ങൾ രോഗിയായി കിടക്കുന്ന അവസാന ദിവസങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി തങ്ങൾ കിടന്നത്. അന്ന് ആയിഷ ബീവി പറയാണ്, നബി തങ്ങൾക്ക് ഒരു പുതപ്പ് കൊണ്ട് ഞങ്ങൾ പുതച്ചു കൊടുത്തിട്ടുണ്ട്. നബി തങ്ങളുടെ ബോധം നഷ്ടപ്പെടുന്നു. തൊട്ടടുത്തൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ആ വെള്ളത്തിൽ കൈമുക്കിക്കൊണ്ട് മുഖമിങ്ങനെ തടവും. ഇടയ്ക്ക് ബോധം വരും, ഇടയ്ക്ക് ബോധം പോകും, വീണ്ടും ബോധം വരും, വീണ്ടും ബോധം തരും. ആ ഒരു അവസ്ഥയിൽ നബി തങ്ങൾ പറഞ്ഞു, ബോധം വരുന്നു പോകുന്നു. അതിനിടയിൽ ഒരിക്കൽ ബോധം വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ, യഹൂദി നസ്വാറകൾക്ക് റബ്ബിന്റെ ശാപമുണ്ട്. കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അംബിയാക്കളുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയതിനാൽ റബ്ബിന്റെ ശാപമുണ്ട് എന്ന് നബി തങ്ങൾ ആ സമയത്ത് പറഞ്ഞു. എന്നാൽ ആയിഷ ബീവി പറയാണ്, എന്തിനാണ് നബി തങ്ങൾ ഇപ്പത് പറയുന്നത്? യുഹദ്ദിറു മാ സ്വനഉ, അവർ ചെയ്തതുപോലുള്ള കാര്യം ഈ ഉമ്മത്ത് ചെയ്യാതിരിക്കാൻ നബി തങ്ങൾ വാണിംഗ് കൊടുക്കുകയാണ്. അന്ന് നബി അത് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, വഫാത്തിന്റെ സമയത്ത് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നബിയുടെ ഖബർ പുറത്തെവിടെങ്കിലും ആകുമായിരുന്നു, വീട്ടിലാക്കാതെ പുറത്തെവിടെങ്കിലും മറവ് ചെയ്യുമായിരുന്നു. പക്ഷേ പുറത്തെവിടെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതും ഒരു മസ്ജിദായി മാറുമോ, അതും സുജൂദിന്റെ കേന്ദ്രമായി മാറുമോ, ആരാധനാ കേന്ദ്രമായി മാറുമോ എന്ന് ഭയപ്പെട്ടതിനാൽ ആ ഖബർ ഞങ്ങളെ പുറത്തേക്കാക്കിയില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. അപ്പൊ നബി തങ്ങളുടെ ഖബർ നിങ്ങൾക്കെന്നല്ല ഒരാൾക്കും അതിന് ഉള്ളിൽ കയറാൻ ചാൻസ് ഇല്ല, അവിടെ തൊടാനും മുത്താനും ചാൻസ് ഇല്ല. നിങ്ങൾ തൊട്ടു പറഞ്ഞ മുതൽ നബിന്റെ ഖബർ
ഖബറല്ല. നിങ്ങൾ പറഞ്ഞു ഞാൻ അവിടെ മുത്തി തൊട്ട് നബിയുടെ ഖബറല്ല, സമാധാനത്തെ തൊട്ട് പോയാൽ അത് പോലീസുകാരെ കാണാത്തോണ്ടാ, അത് വേറെ കാര്യം. അപ്പൊ നബിയുടെ ഖബറല്ലത്. നബിയുടെ ഖബർ കഴിഞ്ഞ് ഒരു മതില്, പിന്നെ രണ്ടാമതൊരു മതില്, പിന്നെ മൂന്നാമതൊരു മതില്. ആ മൂന്നാമത്തെ മതാണ് ഇന്ന് ആ ഗ്രില്ലിട്ട നെറ്റുള്ള ഭാഗം. അവിടെയാണ് കയറി വന്നാൽ തൊടാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇനി 2 മതിൽ പൊളിച്ചിട്ട് വേണം ഖബറിലേക്ക് എത്താൻ. അപ്പൊ ആ 3 മതിലുകളാണ് ആ ദുആക്കളുടെ ഉത്തരം. പിന്നെ ശിർക്ക് ഒരാൾ ലോകത്ത് ചെയ്യും, അത് നബി തങ്ങൾ തന്നെ പറഞ്ഞു. നബിതങ്ങൾ തന്നെ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ ശിർക്കിൽ വരും, മുസ്ലിങ്ങളൊപ്പം ചേരും. നബിതങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. നബി ആകെ പഠിപ്പിച്ച ഈ ഹദീസ് മാത്രമല്ലല്ലോ, നബി ധാരാളം ഹദീസ് പഠിപ്പിച്ചു. മറ്റു ഹദീസ് നബി തങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് ഉണ്ടാവുകയില്ല ഹത്താ തൽഹഖ ഖബാഇലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. എന്റെ ഉമ്മത്തിലെ ചില കബീലകൾ, ചില ഗോത്രങ്ങൾ, ചില വിഭാഗങ്ങൾ മുസ്ലിക്കീങ്ങളോട് ചേർന്നിട്ടല്ലാതെ ഖിയാമത്ത് സംഭവിക്കുകയില്ല. അതേപോലെ എന്റെ ഉമ്മത്തിലെ വിഗ്രഹങ്ങൾ വീണ്ടും ആരാധിക്കപ്പെടും, എന്നിട്ടേ ഖിയാമത്ത് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചു. അപ്പൊ ആ പഠിപ്പിച്ചതാണ് ഈ കാണുന്നൊക്കെയും. എന്നാൽ മറ്റേ ദുആന്റെ ഉത്തരമാണ് 3 ചുമരുകൾ കൊണ്ട് അത് സംരക്ഷിക്കപ്പെട്ടത്. വല്ലാഹു അഅലം. ഇനിണ്ടെങ്കിൽ ചോദിച്ചോളൂ. കൊടുത്തോളൂ. അതായത് അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര പരിധിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് നിന്ന് ചെയ്താലേ അത് ശിർക്കാണ്. അപ്പൊ ഇപ്പോ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ശിർക്കാണ്. അതെങ്ങനെ അടുത്ത് പോയാലേ ശിർക്കാണ്? നിങ്ങൾ കേൾക്കുന്നില്ല. ഞാൻ കേൾക്കുന്നുണ്ട്. 3 ചുമ അങ്ങനെയുണ്ടോ? ഏത് ഹദീസിലാണ് അങ്ങനെയുള്ളത്? 3 ചുമലിന്റെ ശേഷമാണ് ഇസ്തിഗാസ ചെയ്താൽ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലേ, നിങ്ങൾ ഉത്തരം കേട്ടില്ല. അല്ല എനിക്ക് സ്വസ്ഥമായി കേൾക്കും, ഒക്കെ എടുത്ത് സ്വസ്ഥമായി കേൾക്കും, തുറന്ന മനസ്സോടെ കേൾക്കും. നിങ്ങൾ ഈ ചോദ്യം ചോദിക്കരുത്, ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾ കേൾക്കാത്തോണ്ടാണ്. ഇസ്തിഗാസ അല്ലാഹു അല്ലാത്ത ആരോട് നിങ്ങൾ എവിടുന്ന് ചെയ്താലും ശിർക്കാണ്. ഇനി ചുമരൊന്നും വേണ്ട, ഒരൊറ്റ ചുമരും വേണ്ട. നേരെ മുന്നിൽ പോയി കയ്യും പിടിച്ച് മുഖത്ത് നോക്കിയിട്ട് ഞാനിപ്പോ ഇങ്ങോട്ട് പറയാണ്, എനിക്ക് ഹിദായത്ത് നൽകണേ, മഴ നൽകണേ, മുറാദ് ഹാസിലാക്കണേ, രോഗം ശിഫയാക്കണേ എന്ന് ഇപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ ആ ശിർക്ക്. ഒരു ചുമരും ഇല്ലല്ലോ, ആ ശിർക്ക് തന്നെയാണ്. ചുമരല്ല ശിർക്ക് തീരുമാനിക്കുന്നത്, അഖീദയാണ്. റബ്ബിന് കൊടുക്കേണ്ടത് പടപ്പിന് കൊടുത്താൽ ശിർക്കായി. റബ്ബിനോട് തേടേണ്ട തേട്ടം പടപ്പിനോട് തേടിയ ശിർക്കായി. അത് നബിയാവട്ടെ, വലിയാവട്ടെ, ജിന്നാവട്ടെ, മലക്കാവട്ടെ, ഏത് പടപ്പാവട്ടെ, അത് ശിർക്കാണ്. പിന്നെ ഇനി അതിനെ വീണ്ടും ചോദിക്കും. നിങ്ങൾ ഇരിക്കേ, നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും വിട്ടിട്ടില്ലല്ലോ, നിങ്ങൾ ഉത്തരം കേൾക്കി. നിങ്ങൾ പിന്നെയും ചോദിക്കും, അപ്പൊ ചുമര എവിടെ? ചുമരിഞ്ഞ് പൊളിച്ചാലും ശിർക്ക് പോവില്ല. ആ 3 ചുമരും പൊളിച്ചു വിചാരിക്കാം, എന്നാലും ശിർക്ക് തന്നെയാണ്. അതാ നിങ്ങൾ കേട്ടിട്ടില്ല, അതാ നിങ്ങൾ കേട്ടിട്ടില്ല. നബി തങ്ങളുടെ ദുആ എന്താണ്? എന്നെ ആരാധിക്കരുതേ എന്നല്ല, എന്റെ ഉമ്മത്തിന് ശിർക്കുണ്ടാവരുതേ എന്നല്ല. അങ്ങനൊന്നും നബി ദുആ ചെയ്തിട്ടില്ല. പടച്ചോനെ എന്റെ ഉമ്മത്തിന് ശിർക്കുണ്ടാവരുതേ എന്ന് ദുആ ചെയ്താൽ ഈ ചോദ്യം ന്യായമാണ്. പടച്ചോനെ ഒരാളും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കരുതേ എന്ന് നബി ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നബി ദുആ ചെയ്തെന്താണ്? എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ റബ്ബേ. ആ ദുആക്ക് ഉത്തരം കിട്ടിയോ? കിട്ടി. അതാണ് എന്ത്? 3 ചുമരുകൾ. ഏത്? ഖബർ വിഗ്രഹമാകാതിരിക്കാനാണ് 3 ചുമര്. ഇസ്തിഗാസ ചെയ്യാതിരിക്കാനല്ല. ഇസ്തിഗാസക്ക് എന്ത് ചുമര്? ഖബർ വിഗ്രഹമാകാതിരിക്കാനാണ് 3 ചുമർ. ഇനി ഇൻ കേസ് ഭാവിയിലെങ്ങാനും ഇതൊക്കെ പോയി ആ ചുമരൊക്കെ പൊളിച്ചു വിചാരിക്കാം, ആ ചുമരൊക്കെ പൊളിച്ചു എല്ലാവരും പോയിക്കാൻ അവിടെ ജാറ മൂടലും മുത്തലൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കാം. എന്നാലോ ആ ദുആ സ്വീകരിക്കപ്പെട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇതുവരെ സ്വീകരിക്കപ്പെട്ടു. നബിന്റെ എല്ലാ ദുആയും സ്വീകരിക്കപ്പെട്ടുണ്ടോ? ഇല്ലല്ലോ. നബിതങ്ങളുടെ എല്ലാ എന്താ ആവേശം! നബിതങ്ങളുടെ എല്ലാ ദുആക്കും ഉത്തരം കിട്ടിയിട്ടില്ല. നബിതങ്ങൾ തന്നെ ഉമ്മത്തിന് വേണ്ടി 3 കാര്യം പ്രാർത്ഥിച്ചു. നബിതങ്ങൾ തന്നെ പറഞ്ഞു, അല്ലാഹ് 2 എണ്ണം തന്നു, 1 തന്നില്ല. എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ 3 കാര്യത്തിൽ പ്രാർത്ഥിച്ചു, എനിക്ക് 2 എണ്ണം അല്ലാഹ് തന്നു, 1 തന്നില്ല. ഏതാ തരാത്തത്? എന്റെ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാവരുതേ റബ്ബേ എന്ന് നബി ദുആ ചെയ്തിട്ടുണ്ട്. എന്റെ ഉമ്മത്ത് ഭിന്നിക്കരുത് ദുആ ചെയ്തു, പക്ഷെ റബ്ബ് എനിക്ക് തന്നില്ല. ആ ദുആ അല്ലാഹ് അംഗീകരിച്ചില്ല. നബിതങ്ങൾ തന്നെ പറഞ്ഞതാണ്. അപ്പൊ നബിതങ്ങളുടെ എല്ലാ ദുആക്കും ഉത്തരം കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹ് പറഞ്ഞു പറ്റൂല, അത് ഓർക്കാൻ പറ്റൂല, ആ ദുആയിൽ മാതൃകയില്ല എന്ന് പറഞ്ഞു. നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹ് പറഞ്ഞു ഇല്ല, ഉത്തരമില്ല. ഇനി അഇദുക അൻ തകൂന മിനൽ ജാഹിലീൻ, ഇനി ഈ വക ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് അല്ലാഹ് തിരുത്തി കൊടുത്തു. എന്നാൽ ഈ ദുആക്ക് ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടുണ്ട്. നബി തങ്ങളുടെ കാലം മുതൽ ഇന്നുവരെയും ഈ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഏത് ദുആക്ക്?
ഖബർ വിഗ്രഹമാക്കരുതേ എന്ന ദുആക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കും ഖബറിന് ഉള്ളിലേക്ക് കടക്കാൻ പറ്റാതെ പോയത്, ആ ഖബറിൽ പോയി ജാറം മൂടാൻ പറ്റാതെ പോയത്, ആ ഖബറിനെ വെളുക്കെത്തിക്കാൻ പറ്റാതെ പോയത്, ആ ഖബർ തൊട്ടുമുത്താൻ കഴിയാതെ പോയത്. ആ ദുആക്കുള്ള ഉത്തരമാണ്. എന്നാൽ ലോകത്ത് പലയിടത്തും ആളുകൾ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. അത് എവിടുന്ന് വിളിച്ചാലും, മദീനത്തിൽ പോയാലും, ഖബറിൽ ചെന്നാലും, ഇവിടുന്ന് വിളിച്ചാലും എല്ലാം ശിർക്ക് തന്നെയാണ്. അത് ഉണ്ടാകരുതേ എന്ന് നബി ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് ദുആ ചെയ്തിട്ടില്ല. ദുആ ചെയ്തത് ഖബറിന്റെ വിഷയത്തിലാണ്. അത് അല്ലാഹു തആല ഇതുവരെയും നമുക്ക് ഉത്തരം ഏകിയിട്ടുമുണ്ട്. അല്ലാഹു അക്ബർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യകർത്താവിന് നിങ്ങൾക്കുള്ളതായി. ഇനി അവിടെ ഒരുപാട് ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത റൗണ്ടിൽ പോയിരുന്നോളൂ, സമയം ഉണ്ടെങ്കിൽ തരും. 9:10 പോയിരുന്നോളൂ. എല്ലാ ചോദ്യത്തിനും ഉള്ള ഉത്തരം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യകർത്താവിന് വരാം. അടുത്ത ചോദ്യകർത്താവിന് വരാം. ചോദ്യകർത്താവിന് അടുത്ത ആൾക്ക് വരാം. വന്നോളൂ. ഒരു ആളോട് സഹോദര ഒരു മിനിറ്റ്. നിങ്ങൾക്ക് ഇനി ഇതാ ഈ രണ്ട് ഉസ്താദ്മാർ ചോദിച്ചാൽ നിങ്ങൾക്ക് ചാൻസ് തരും ഇൻഷാ അല്ലാഹ്. പൊന്നു സഹോദര, പൊന്നു ഹബീബ് നിങ്ങളോട് ഇരിക്കി, യാ ഹബീബ് നിങ്ങളോട് ഇരിക്കി. ഈ രണ്ട് ഉസ്താദ്മാർ നിങ്ങളൊക്കെ അത് ഏതായാലും വിവരമുണ്ടല്ലോ ഉസ്താദ്മാർക്ക്. ഉസ്താദ്മാർ നമ്മൾ മുട്ടുമുട്ടിക്കാൻ വന്നതാണ്, നിങ്ങൾ ഓല എടുങ്ങാറാക്കല്ലേ. ആ ഉസ്താദ്മാർ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദു. ഇതിന്റെ വിശദീകരണം മഹാൻ ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആ വാചകം ശരിക്കും ശ്രദ്ധിക്കാം. എന്താണ് അൽ വസനു അസ്സനമു? വസൻ എന്ന് പറഞ്ഞാൽ സ്വനം എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ തജ്അൽ ഖബരി സ്വനമൻ, എന്റെ ഖബർ സ്വനമാക്കരുതെന്ന് പറഞ്ഞാൽ യുസല്ലാ ഇലൈഹി വയുസ്ജദു നഹ്വഹു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അതൊരു നിസ്കരിക്കുന്ന കേന്ദ്രമാക്കി മാറ്റുക, അതല്ലെങ്കിൽ അതിന്റെ പേര് സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കുക. മറ്റേ വൈലത്തുരുത്തങ്ങളെ ക്ലിപ്പ് ഒന്നുകൂടി കൊടുത്തണം അവിടെ, അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. എന്താണ് ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ആ ഖബറിന്റെ നേരെ സുജൂദ് ചെയ്യപ്പെടുന്ന രീതി, ഈ പറയുന്ന രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ 14 നൂറ്റാണ്ടുകൾ റസൂലുള്ളാഹി മരിച്ച അന്ന് മുതൽ ഇന്ന് വരെ പ്രവാചകന്റെ ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഒരവസ്ഥ ഇല്ലാതെ അല്ലാഹു സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് മഹാനായ ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി പറയാൻ, ആ പ്രവാചകന്റെ ഖബറിന്റെ നേരെ സുജൂദ് ചെയ്യപ്പെടുന്ന അവസ്ഥ അത് നമ്മുടെ നാട്ടിലെ ഖബറുകൾക്ക് നേരെയുണ്ടെങ്കിൽ മുത്തുനബിയുടെ ഖബറിന്റെ നേരെ അതില്ലാതെ അല്ലാഹു 14 നൂറ്റാണ്ടായി അതിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യനെ പോലും അടുപ്പിക്കാതെ ബിസലാസത്തിൽ ജുദറാനി, മൂന്ന് മതിലുകളെ കൊണ്ട് അല്ലാഹു സംരക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഇത് ആവേശം മാത്രം പോരാ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഈ ആവേശമൊക്കെ നല്ലതാണ്, പക്ഷെ ഇമാമിയങ്ങൾ എന്ത് പറഞ്ഞു നിങ്ങൾ ആലോചിക്കണം. നമ്മളെക്കാൾ വിവരമുള്ള, നമ്മളെക്കാൾ പാണ്ഡിത്യമുള്ള, നമ്മളെക്കാൾ ദീനറിയുന്ന, നമ്മളെക്കാൾ പടച്ചവനെ പേടിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ച് പറയാൻ, യുഹദ്ദിറു അസ്ഹാബഹു, എന്തുകൊണ്ടാണ് പ്രവാചകൻ ഈ ഹദീസ് പറഞ്ഞത്? തന്റെ അസ്ഹാബുമാരെ താക്കീത് കൊടുക്കുകയാണ്. വസായിറ ഉമ്മത്തി മിൻ സൂഇ സനീഇൽ ഉമ്മി ഖബ്ലഹും, തന്റെ മുമ്പ് കഴിഞ്ഞു പോയ ജൂത നസ്രാനികൾ അവരുടെ ഖബർ, അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറിന്റെ അടുത്ത് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യരുതേ. അല്ലദീന സല്ലു ഫീ ഖുബൂരി അംബിയാഹിം വത്തഖദൂഹാ ഖിബ്ലതൻ വമസ്ജിദൻ കമാ സനഅത്തിൽ വസനിയതു ബിൽ ഔസാനി ലത്തി കാനൂ യസ്ജുദൂന ഇലൈഹാ വയുഅള്ളിമൂനഹാ. വിഗ്രഹാരാധകന്മാർ വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയിക്കൊണ്ട് സുജൂദ് ചെയ്യാറുണ്ട്, അതിനെ ആദരിക്കാറുണ്ട്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുകളെ ജൂത നസ്രാനികൾ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കിയതുപോലെ നിങ്ങൾ എന്റെ ഖബറിനെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കരുത്. വദാലിക ശിർകുൽ അക്ബർ, ഇത് വലിയ ശിർക്കാണ്. ഇതാരാ പറയുന്നത്? മഹാന ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്ബിറുഹും ബിമാ ദാലിക മിൻ സഖ്തില്ലാഹി വഗളബിഹി. ഇത് പ്രവാചകൻ അറിയിച്ചു, കാരണം ഇത് അല്ലാഹുവിന്റെ കോപമുള്ള കാര്യമാണ്.
വഅന്നഹു മിമ്മാ ലാ യർല്ലാഹു, അത് അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഖശ്യതൻ അലൈഹിം മിൻ ഇംതിസാലി ത്വരീഖിഹിം, എന്തുകൊണ്ടാണ് പ്രവാചകൻ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പോലും ഈ ഒരു കാര്യം ഗൗരവത്തിൽ പറഞ്ഞത്? എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ജൂതനസ്രാണികൾ അവിടെ അമ്പിയാക്കന്മാരെ ഖബർ സുജൂദിന്റെ കേന്ദ്രമാക്കിയതുപോലെ എൻ്റെ ഉമ്മത്തി എൻ്റെ ഖബറിനെ സുജൂദിന്റെ കേന്ദ്രമാക്കും, മസ്ജിദാക്കി മാറ്റുമെന്ന് റസൂലുള്ളാഹിക്ക് പേടിയുണ്ട്. മാത്രമല്ല, കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചെന്താണ്? വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു മുഖാലഫത അഹ്ലിൽ കിതാബി വസാഇൽ കുഫാർ വകാന യഖാഫു അലാ ഉമ്മത്തിഹി ഇത്തിബാഅഹും. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് പേടിയുണ്ട് എൻ്റെ ഉമ്മത്ത് ജൂതനസ്രാനികൾ ചെയ്തതുപോലെ ചെയ്യുമെന്ന്. കാരണം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്റിൻ ഹദ്വൻ നഅലി ബിന്നഅലി എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഖബർ സുജൂദ് ചെയ്യപ്പെടുന്ന കേന്ദ്രമായിട്ടില്ല, ആരാധിക്കപ്പെടുന്ന കേന്ദ്രമായിട്ടില്ല, അത് അല്ലാഹു സംരക്ഷിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ആ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പോക്കിരിത്തരങ്ങൾ കാണിച്ചാൽ അതൊന്നും റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയ്ക്ക് എതിരല്ല, അത് സംരക്ഷിക്കുമെന്നുള്ള പറഞ്ഞിട്ടുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്നല്ല പ്രവാചകൻ പറഞ്ഞത്. എൻ്റെ ഖബറിനെ, അതും ജൂതനസ്രാണികളെ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത്, അതുപോലെ നിങ്ങൾ ചെയ്യരുത്. അതുപോലെ ചെയ്യാനുള്ള അവസരം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ഇല്ല. സയ്യിദ് മദീന്റെ ഖബറിന്റെ അടുക്കൽ ഉണ്ടാകും, മമ്പറത്തുണ്ടാകും, ഉള്ളാളുണ്ടാകും, അതുപോലെ നാഗൂറുണ്ടാകും, അജ്മീർ ഉണ്ടാകും. പക്ഷെ മുത്തുനബിയുടെ ഖബറിന്റെ അടുക്കൽ ഇല്ല. അത് അള്ളാഹുവിന്റെ വഖദ് അജാബ ദുആഹു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത് കൊണ്ട് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് വിഷയത്തിലുള്ളത്. വാശിയും വക്കാണൊക്കെ നല്ലതാണെങ്കിലും നമ്മുടെ പരലോകം നമ്മൾ മറക്കരുതെന്ന് കൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്.